രാജ്യത്തെ LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാണെന്നുള്ള വാർത്തകൾ വരികയാണ്. മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇതോടെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് അധിക ഉൽപാദനത്തിന് നിർദ്ദേശം നൽകി പെട്രോളിയം മന്ത്രാലയം. യുദ്ധം തുടങ്ങി കേവലം 10 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ ആദ്യമായി നമ്മുടെ രാജ്യത്തും കണ്ടു തുടങ്ങുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയതിനാൽ രാജ്യത്തെ പല സിറ്റികളിലും പല പ്രദേശങ്ങളിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെ അടിക്കുന്നതുകൊണ്ട് നമുക്കെന്താണ് പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഇറാനെ പോലെയുള്ള തീവ്രവാദ രാജ്യങ്ങൾ, ജിഹാദികൾ ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ തുലയേണ്ട, നശിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവന്മാർക്ക് 2 അടി കിട്ടുന്നത് കൊണ്ട് നമുക്കെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞവരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ യുദ്ധം നമ്മുടെ അടുക്കളയിലേക്കും എത്തി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം പുറത്തു വന്ന വാർത്തകൾക്ക് താഴെ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചിലരിട്ട കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണണം. GCC തകരണം, ജയ് ഇസ്രായേൽ, ഗൾഫ് മൊത്തം തീരട്ടെ. ഈ കമൻറ്റുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവരുടെ പ്രത്യയശാസ്ത്രം എന്താണെന്നും അവരുടെ മനോഭാവം എന്താണെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അവരൊക്കെ സംഘികളോ കൃസംഘികളോ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന ചില അമ്മായിയമ്മമാരുടെ മനോഭാവമുണ്ടല്ലോ. അതേ മനോഭാവമാണ് ഈ യുദ്ധത്തിൻ്റെ വേളയിൽ സംഘികളും കൃസംഘികളും ഇസ്ലാമിക വിരുദ്ധരും പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടെല്ലായ ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ് നിലച്ചാലും അതിലൂടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി തകർന്നാലും ഗൾഫ് മുഴുവനായി നശിച്ചാലും വേണ്ടില്ല, മുസ്ലിങ്ങളും മുസ്ലിം രാജ്യങ്ങളും രക്ഷപ്പെടരുത്. അമേരിക്കയും ഇസ്രായേലും അവരെ എല്ലാവരെയും നശിപ്പിക്കണമെന്ന അത്യന്തം വിനാശകരമായ ചിന്തയും മനോഭാവവും കൊണ്ടു നടക്കുന്ന സംഘികളെയും കൃസംഘികളെയും അഭിനവ യുക്തിവാദികളായ ഒരു വിഭാഗം മനുഷ്യവിരുദ്ധരെ തിരിച്ചറിയാൻ കൂടിയുള്ള ഒരവസരമാണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $67 ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് $101 ഉയർന്നിരിക്കുന്നു. അതായത് വെറും 10 ദിവസങ്ങൾ കൊണ്ട് കൂടിയത് $34. ഇനി ഇതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ പെട്രോളും ഡീസലും അടക്കമുള്ള മുഴുവൻ ഇന്ധനങ്ങൾക്കും വില കൂടാൻ പോവുകയാണ്. അത്തരത്തിൽ ഇന്ധനങ്ങൾക്ക് വില കൂടുന്നതോടുകൂടി നാട്ടിൽ അവശ്യ വസ്തുക്കൾക്കെല്ലാം വില വർദ്ധിക്കും. അതോടെ സാധാരണക്കാരടക്കം മുഴുവൻ ജനങ്ങളുടെയും ജീവിതം വഴിമുട്ടും. ചുരുക്കത്തിൽ യുദ്ധം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചവരും കൈയടിച്ചവരും മുസ്ലിം രാജ്യമല്ലേ അവരനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടവരുമൊക്കെ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് വ്യക്തം. ഹോട്ടലുകൾ മുഴുവൻ അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നാൽ ഹോട്ടലുകൾ നടത്തുന്ന സംഘികൾക്കും കൃസംഘികൾക്കുമായി പ്രത്യേകമായ പരിരക്ഷ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സംഘികളെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഹോട്ടൽ നടത്തുന്ന അബ്ദുറഹ്മാനും ജബ്ബാറും ഹാഷിമിനും മാത്രമായിരിക്കും പണി കിട്ടുക എന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഹോട്ടൽ നടത്തുന്ന ഗോപാലേട്ടനും മാധവനും അടക്കം, എന്തിനധികം പറയണം, വൈകുന്നേരങ്ങളിൽ 5 രൂപയുടെ എണ്ണക്കടികൾ വിൽക്കുന്ന ചേച്ചിമാരടക്കം, ഹൈന്ദവ സഹോദരിമാരടക്കം മുഴുവൻ പേരും അടച്ചുപൂട്ടേണ്ടി വരും. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം സ്കൂളിലേക്ക് മിസൈലാക്രമണം നടത്തി 100-ലധികം വരുന്ന ചെറിയ കുഞ്ഞു പെൺമക്കളെ കൊലപ്പെടുത്തിയ വാർത്തയ്ക്ക് താഴെ വന്ന് ചിരിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുകയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ. സംഘപരിവാർ, കൃസംഘി, അഭിനവ യുക്തിവാദികളായ ഒരു വിഭാഗം ആളുകൾ. അവരോടൊക്കെ അന്നൊരു കാര്യം പ്രത്യേകമായി പറഞ്ഞിരുന്നു. കരച്ചിലും കൂട്ടക്കരച്ചിലും ഇറാനിൽ നിന്നും മാത്രമായിരിക്കില്ല. യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ന നിലയിൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്നും നമ്മുടെ നാടുകളിൽ നിന്ന് പോലും കരച്ചിലും കൂട്ടക്കരച്ചിലും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം കാരണം ജന്മദേശമായ ഇന്ത്യ നശിച്ചാലും കേരളം നശിച്ചാലും ഗൾഫ് മൊത്തം തകരട്ടെ, മുസ്ലിങ്ങളെല്ലാം തീരട്ടെ, ജയ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇസ്രായേലിന് ജയ് വിളിക്കുന്ന യഥാർത്ഥ തീവ്രവാദികളെ, രാജ്യദ്രോഹികളെ നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. യുദ്ധം കഴിയുമ്പോൾ ആവശ്യം വരും.